Hi students, നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ നമ്മൾ കണ്ടന്റുകളെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് അതിലത്തെ കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഒരു സെക്ഷൻ പ്രോബ്ലംസ് നമ്മൾ വീഡിയോ പറഞ്ഞ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിലത്തെ സംശയങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക. ഇന്ന് നമ്മൾ മറ്റൊരു അധികം പ്രോബ്ലംസ് ഒന്നുമില്ല, ഒരു 3 സിമ്പിൾ, അതായത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനുള്ള പ്രോബ്ലംസാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള 2-3 ടൈപ്പ് പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്രോബ്ലംസൊക്കെ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇക്വേഷനുകളൊക്കെ നമുക്കൊന്ന് വെറുതെ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. ഏതൊക്കെ പ്രോബ്ലംസാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഇക്വേഷനുകളാണ് നമുക്ക് പ്രോബ്ലം സെക്ഷനിലേക്ക് വരുന്നത് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ എന്നുള്ളൊരു സ്ഥലത്തൊരു ഇക്വേഷനാണ്. Q = ± NE. അതാണ് ഇതിലെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ആദ്യത്തെ ഇക്വേഷൻ. പിന്നെ കൂളംസ് ലോ, അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണാനായിട്ടുള്ള കൂളംസ് ലോ. അതിൽ F = 1/4πε0 Q1 Q2/r² എന്നും, മീഡിയം ഉണ്ടെങ്കിൽ 1/4πε0 εr Q1 Q2/r² എന്നുള്ള ഇക്വേഷനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ്റെ ബേസിസിലുള്ള പ്രോബ്ലംസ്. പിന്നെ നമുക്ക് പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്. εr = ε_medium/ε0 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. പിന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ F/Q, അതായത് ഫോഴ്സ് ബൈ ചാർജ് എന്നുള്ളൊരു ഇക്വേഷൻ പറയുന്നുണ്ട്. പിന്നെ പോയിന്റ് ചാർജിൻ്റെ നമ്മൾ പഠിച്ചു. പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് E = 1/4πε0 Q/r² എന്നുള്ളൊരു ഇക്വേഷൻ വെച്ച് പഠിച്ചു. പിന്നെ അതന്നെ നമ്മൾ മൾട്ടിപ്പിൾ ചാർജ് സിസ്റ്റം, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ആ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പഠിച്ചു. പിന്നെ അതിനുശേഷം ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് പഠിച്ചു. ഇലക്ട്രിക് ഫ്ലക്സ്, അതിൻ്റെ പ്രോബ്ലംസൊക്കെ മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ φ = EA cos θ അല്ലെങ്കിൽ ES cos θ എന്നുള്ള കാര്യമൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷനൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡിൽ തന്നെ വരുന്ന അതിൻ്റെ ഒരു ഡെറിവേഷൻ തന്നെ, അതായത് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ 2 ഭാഗങ്ങളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ. 2 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്സിയൽ റീജിയനിലും ഇക്വറ്റോറിയൽ റീജിയനിലും. ആക്സിയൽ റീജിയനിൽ 1/4πε0 2p/r³ എന്നും, ആക്സിയൽ ലൈനിൽ 1/4πε0 2p/r³ എന്നും, ഇക്വറ്റോറിയൽ ലൈനിൽ 1/4πε0 p/r³ എന്നും. അതിൽ p എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ്, അത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? P = Q × 2a, where 2a is the distance between the 2 charges. ഓക്കെ, P കാണാനുള്ള ഇക്വേഷനുകൾ. പിന്നെ നമ്മൾ പഠിച്ചത് ഗോസസ് തിയറത്തിനെ കുറിച്ചാണ്. അതിന് മുൻപ് തന്നെ പറഞ്ഞത് കണ്ടിന്യൂവസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞു. കണ്ടിന്യൂവസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ 3 എണ്ണം. അതിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി λ = Q/L എന്നും, അത് ചാർജ് ബൈ ലെങ്ത് എന്നും, സർഫസ് ചാർജ് ഡെൻസിറ്റി σ = Q/S എന്നും, അതായത് ചാർജ് ബൈ ഏരിയ എന്നും, പിന്നെ വോള്യം ചാർജ് ഡെൻസിറ്റി ρ = ചാർജ് ബൈ വോള്യം Q/V എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഗോസസ് തിയറത്തിനെ കുറിച്ച് പഠിക്കുന്നത്. ഗോസസ് തിയറം എന്താ? ഫ്ലക്സ് കാണാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ്. φ = 1/ε0 × Q. അത് മീഡിയത്തിലാണെങ്കിൽ 1/ε0 × εr പിന്നെ × Q. അതാണ് നമ്മൾ മീഡിയത്തിലാണെങ്കിൽ. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ ഓരോ ഇക്വേഷനുകൾ, അതായത് ഓരോ ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ, വ്യത്യസ്ത രീതിയിൽ ചാർജുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള സിമ്പിൾ ഇക്വേഷനുകളൊക്കെ ആയിട്ട് നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിരുന്നു. അതിലേതൊക്കെയായിരുന്നു? നമ്മൾ ഒരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷനുള്ളൊരു സ്ട്രെയിറ്റ് ലോങ്, ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് കണ്ടക്ടർ, സ്ട്രെയിറ്റ് കണ്ടക്ടർ, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ E = λ/2πr∈0 അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. പിന്നെ അടുത്തത് ഒരു
പ്ലെയിൻ ചാർജ്ഡ് ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാനായിട്ട് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0, സിഗ്മ ബൈ 2 എപ്സിലോൺ 0. പിന്നെ മൂന്നാമത്തെയാണ്, അതിൽ 3 കേസുകളുണ്ട്. ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലും സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലും സ്പെറിക്കൽ ഷെല്ലിന് പുറത്തുമുള്ള പോയിന്റുകളിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ അത് എന്തായിരുന്നു, അത് ഇൻസൈഡ് 0 ആണ്. ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിന് അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ബട്ട് അറ്റ് സർഫസ് അല്ലെങ്കിൽ ഓൺ ദ സർഫസ് എന്തായിരുന്നു, ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. പ്ലെയിൻ ചാർജ്ഡ് ഷീറ്റിൽ ചെറിയൊരു വ്യത്യാസം. അവിടെ 2 ബൈ എപ്സിലോൺ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്നുണ്ടെങ്കിൽ ഇവിടെ സിഗ്മ ബൈ എപ്സിലോൺ 0. പിന്നെ ഔട്ട്സൈഡ് ദ സ്പെറിക്കൽ ഷെല്ല് അതെന്തായിരുന്നു, ഈക്വൽ ടു സിഗ്മ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ. അത് ക്യാപിറ്റൽ ലെറ്റർ ആറാണ് നമ്മൾ മുകളിൽ ന്യൂമറേറ്ററിൽ പറയുന്നത്. അത് റേഡിയസ് ഓഫ് ദ എന്താ നമ്മളുടെ സ്പെറിക്കൽ ഷെല്ല്. പിന്നെ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ, അത് ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറയാറ് അല്ലേ. ചാർജ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ സെൻറ്ററിൽ നിന്ന് ഔട്ട്സൈഡിലുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ആറും. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റേഡിയസ് ഓഫ് ദ സ്പെറിക്കൽ ഷെല്ല്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രോബ്ലം സെക്ഷനിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഒപ്പം തന്നെ നമുക്കതിൻ്റെ തിയറികളും നമ്മുടെ മനസ്സിലൊക്കെ വേണം. കാരണം മാത്തമാറ്റിക്സിലെ പ്രോബ്ലംസ് പോലെയല്ല ഫിസിക്സിലെ പ്രോബ്ലംസ് ഉള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ തിയറി അറിയണം, അതുപോലെ തന്നെ ഇക്വേഷൻസ് അറിയണം. ഇത് രണ്ടും അറിഞ്ഞുകൊണ്ടും നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റിയെന്നും വരില്ല. കാരണം ഇത്രയും കൂടി നല്ല ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസും ഉണ്ട് നമുക്ക് ഇതിനകത്തുണ്ട്. പക്ഷെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ പ്രോബ്ലംസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ NCERT-ൽ അപ്പോൾ നമ്മളിപ്പോൾ കോസസ് തിയറവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസൊന്നും അധികം നമ്മളിപ്പോൾ ചെയ്യണില്ല. അത് മുൻ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, കൂളംസ് ലോ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ, ഒരു 2-3 പ്രോബ്ലംസ്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലംസിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോബ്ലം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൽ ആദ്യത്തെ പ്രോബ്ലം നോക്കിക്കോളൂ. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആദ്യത്തെ പ്രോബ്ലമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് ആദ്യത്തെ പ്രോബ്ലം ഒന്ന് വായിച്ച് നോക്കുക. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്മോൾ ചാർജ്ഡ് സ്പിയേഴ്സ് ഹാവിംഗ് ചാർജസ് ഓഫ് 2 × 10⁻⁻7 കൂളും and 3 × 10⁻⁻7 കൂളും placed 30 centimeter apart in air. 30 centimeter apart in air. Question വേണമെങ്കിൽ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. What is the electrostatic force, or what is the force between 2 small charged spheres having charges of 2 × 10⁻⁷ coulomb and 3 × 10⁻⁷ coulomb are placed 30 centimeter apart in air? Okay. അപ്പോൾ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചോദ്യത്തിൽ നിന്ന് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫോഴ്സാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ കൂളംസ് ലോയിലെ ഇക്വേഷൻ നമുക്ക് ഓർമ്മ വരണം. എന്താണ് കൂളംസ് ലോയിലെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F is equal to 1/4πε0 Q1 Q2 R². അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 1/4πε0 Q1 Q2 R². അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് മീഡിയത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയണം. രണ്ടാമത്തെ കാര്യം എന്താ? ചാർജുകൾ Q1 Q2 ഏതൊക്കെയാണെന്ന് അറിയണം. മൂന്നാമത്തെ കാര്യം എന്താ? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണം. ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണോ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണെന്ന് നോക്കണേ. ചാർജസ് 2 × 10⁻⁷ കൂളും ആൻഡ് 3 × 10⁻⁷ കൂളും. അപ്പോൾ Q1 Q2 ഗിവൺ ആണ് പ്രോബ്ലത്തിൽ. 2 × 10⁻⁷ കൂളുമിന് നമുക്ക് Q1 എന്ന് വിളിക്കാം. 3 × 10⁻⁷ കൂളുമിന് നമുക്ക് എന്ത് വിളിക്കാം? Q2 എന്ന് വിളിക്കാം. ഡിസ്റ്റൻസിന് 6 എന്നാണ് നമ്മൾ കൊടുക്കണേ. നിങ്ങൾക്ക് കാണാൻ സ്ക്രീനിൽ കാണാം. അത് 30 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. 30 സെൻറ്റിമീറ്റർ. നമുക്കത് SI യൂണിറ്റ് അല്ല, നമുക്കതിനെ SI യൂണിറ്റിലേക്ക് ആക്കണം. ഓക്കെ. പിന്നെ മീഡിയം അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് എയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അധികം ടെൻഷനൊന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. 1/4πε0 × Q1 Q2 R² എല്ലാം തന്നിട്ടുണ്ട്. ε0 എടുക്കുക, മീഡിയം എയർ ആയതുകൊണ്ട് ε0 എടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് കണ്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യം F = 1/4πε0 × Q1 Q2 R² എന്നാണ്. നമുക്കറിയാം, മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളാണ്. 1/4πε0 Q1 Q2 R²ലെ 1/4πε0ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് നിൽക്കണേ? നമുക്കറിയാം. തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് വാല്യൂ. 9 × 10⁻⁹. അതാണ് നമ്മളുടെ 1/4πε0ൻ്റെ വാല്യൂ. 9 × 10⁻⁹. ഓക്കെ. Q1 Q2 തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് F = ഇൻസ്റ്റെഡ് ഓഫ് 1/4πε0 നമ്മൾ ആരെ കൊടുക്കുകയാണ്?
9 × 10⁻⁹ കൊടുത്തു. Q1 പകരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എത്ര കൊടുക്കണ്ടേ? 2 × 10⁻⁷ കൊടുത്തു. ഇൻറ്റു Q2 പകരം എത്ര കൊടുക്കണം? 3 × 10⁻⁷ കൊടുത്തു. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വന്നു? r² എന്നാണ് അല്ലേ. ആറിൻ്റെ വാല്യൂ എത്ര? 30 സെൻറ്റിമീറ്റർ. നമുക്കതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എത്ര വരും? 30 × 10⁻² സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്ക് ആക്കണം. ഓക്കെ, അപ്പോൾ 30 × 10⁻² മീറ്റർ ഓൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 1/4πε0 ഉണ്ടാവില്ല. 9 × 10⁻⁹ ഇൻറ്റു 2 × 10⁻⁷ ഇൻറ്റു 3 × 10⁻⁷ ഓൾ ഡിവൈഡഡ് ബൈ 30 × 10⁻² ഓൾ സ്ക്വയർ. ഓക്കെ, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ കാൽക്കുലേഷൻ്റെ കാര്യങ്ങളൊന്നും പറയാനില്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ CBSE-കാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാൽക്കുലേറ്റ് ഓൺ കാൽക്കുലേറ്റിംഗ് നമുക്കതിൻ്റെ ആൻസർ എത്ര വരും? വാല്യൂ 6 × 10⁻³ ന്യൂട്ടൺ. 6 × 10⁻³ ന്യൂട്ടൺ. അതായത് ആ പ്രോബ്ലത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 2 × 10⁻⁷ എന്നാണ് കേട്ടോ. 10⁻⁷ എന്നാണ് കേട്ടോ. 10⁻7 എന്നാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ 2 × 10⁻⁷ പവറിലാണ് -7 എടുക്കണം. അത് 3 × 10⁻⁷ റേസ് ടു പവറിലാണ് എടുക്കുന്നത്. അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നേക്കുന്നതാണ്, നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ആൻഡ് കാൽക്കുലേറ്റിംഗ് വി ഗെറ്റ് F is equal to എന്ത് വരും? 6 × 10⁻³ ന്യൂട്ടൺ. 6 × 10⁻³ ന്യൂട്ടൺ. ന്യൂട്ടൺ എന്നുള്ളത് ആരുടെ വാല്യൂ ആണ്? നമ്മുടെ ആരുടെ യൂണിറ്റ് ആണ്? എഫിൻ്റെ SI യൂണിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രോബ്ലം ഇതിലെല്ലാം നമുക്കിനി അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, റിപ്പൾസീവ് ഫോഴ്സ് ആണ്, വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ദ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് പറയാം. കാരണം തന്നിരിക്കുന്ന രണ്ട് ചാർജുകളും 2 × 10⁻⁷ പോസിറ്റീവ് ആണ്, 3 × 10⁻⁷ പോസിറ്റീവ് ആണ്. രണ്ട് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ നേച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ് വരിക? റിപ്പൽഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചോദിക്കാം നമുക്ക് ചോദിക്കാം വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള പ്രോബ്ലം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ശ്രദ്ധിച്ചിരിക്കുക. നമുക്കിപ്പോൾ ചെയ്തേക്കേണ്ട നേരൊക്കെ റിവേഴ്സ് ഒക്കെ ചെയ്യണ പോലത്തെ ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ആദ്യം തന്നെ വായിക്കാം. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ സ്മോൾ സ്പിയർ ഓഫ് ചാർജ് 0.4 microcoulomb due to another small sphere of charge -0.8 microcoulomb in air is 0.2 Newton. What is the distance between the two spheres? What is the force on the second sphere due to the first? നേരത്തെ പോലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്, പക്ഷേ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് അല്ല. അപ്പോൾ എന്താണ് ചോദ്യം? ഒന്നുകൂടി വായിക്കാം. The electrostatic force on a small sphere of charge 0.4 microcoulomb due to another small sphere of charge -0.8 microcoulomb in air is 0.2 Newton. What is the distance between the two spheres? What is the force on the second sphere due to the first? Okay, അപ്പോൾ ഒരു ചെറിയൊരു സ്ഫെറിക്കൽ ചാർജ് അല്ലെങ്കിൽ ഒരു സ്പിയർ വന്നിട്ടുണ്ട്, അതിൻ്റെ മേലെ ചാർജ് ഉണ്ട്. എത്രയാണ്? 0.4 microcoulomb ആണ്. അപ്പോൾ അത് SI യൂണിറ്റിലല്ല, 0.4 microcoulomb. അതിൻ്റെ മേലേക്ക് ഫോഴ്സ് കൊടുക്കുന്നത് മറ്റൊരു സ്പിയറാണ്, ചെറിയ സ്പിയർ തന്നെ. പക്ഷേ അതിൻ്റെ മേലുള്ള ചാർജ് -0.8 microcoulomb ആണ്, -0.8 microcoulomb ആണ്. അവർ തമ്മിലുണ്ടാക്കുന്ന ആ ചെറിയ സ്പിയർ അതിൻ്റെ മേലുണ്ടാക്കുന്ന ഫോഴ്സ് എത്ര? 0.2 Newton ആണ്. അങ്ങനെ നമുക്ക് കാണേണ്ടത് ഫോഴ്സ് അല്ല, ഫോഴ്സ് വന്നിട്ടുണ്ട്, നമുക്ക് ഡിസ്റ്റൻസ് കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് കാണും. നമ്മൾ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഏതാ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്പിയേഴ്സ്. ഫസ്റ്റ് പാർട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോഴ്സ് തന്നിട്ടുണ്ട്, എത്രയാണ്? 0.2 Newton. രണ്ടാമത് Q1 നമുക്ക് വേണമെങ്കിൽ 0.4 × 10⁻⁻6 എഴുതണം. ആ 10⁻⁻6 എന്നുള്ളതും പവറിലല്ല കിടക്കണേ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, -6 എന്നുള്ളത് പവറിലാണെന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. 10⁻6 എന്നാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങളത് 10⁻⁻6 ആയി വിചാരിക്കുക. ഓക്കെ, അപ്പോൾ Q1ൻ്റെ വാല്യൂ 0.4 microcoulomb. അത് നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 0.4 × 10⁻6 കൂളും. പോസിറ്റീവ് ആണ് ചാർജ്. Q2ന് പകരം -0.8 microcoulomb എന്നാണ്. അത് നമ്മൾ കൂളുമിലേക്ക് മാറ്റും.
0.8 into 10 raised to minus 6 cool. അതും 10 minus 6 എന്നാണ് പവറിലാക്കി വിചാരിക്കണം കേട്ടോ. തെറ്റ് പറ്റിയെന്നാണ്. ഇനി ഫോഴ്സ് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, ഫോഴ്സിൻ്റെ വാല്യൂ 0.2 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6 ആണ് അല്ലേ? 6 കാണണം. അപ്പോൾ നമ്മുടെ കൂളംസ് ഇക്വേഷൻ എടുക്കുക. കൂളംസ് ഇക്വേഷൻ എന്താണ്? F equal to 1/4π(ε0). എയർ എന്ന് പറഞ്ഞേക്കണം, അതുകൊണ്ട് 1/4π(ε0) തന്നെ എടുക്കാം. 1/4π(ε0) Q1 Q2 by R square. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് R സ്ക്വയറിനാണ്. അപ്പോൾ അതിൽ നിന്ന് Rനെ നമ്മൾ അങ്ങോട്ട് മാറ്റുക. എവിടെ? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുക. Fനെ നമ്മൾ താഴേക്ക് കൊണ്ടുപോകുക. അപ്പോൾ R സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 1/4π(ε0) into Q1 Q2 by F എന്ന് വരും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവസാനം നമുക്ക് സ്ക്വയർ റൂട്ട് കാണാം. അപ്പോൾ R സ്ക്വയർ ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അഗെയിൻ 1/4π(ε0)ന്റെ വാല്യൂ എത്രയാണ്? 9 into 10 raised to 9. ഓക്കെ, Q1ന്റെ വാല്യൂ എത്രയാണ്? Q1ന്റെ വാല്യൂ 0.4 into 10 raised to minus 6 മൈക്രോ കൂളുമിനെ കൂളുമിലേക്ക് -6. ഇനി ഇൻറ്റു നമ്മൾ ആ നെഗറ്റീവ് സൈൻ എടുക്കുന്നില്ല, പിന്നെ വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 0.8 എന്നാണ്, പക്ഷെ ഇതിനകത്ത് 8 എന്ന് എടുക്കണേ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. 0.8 into 10 raised to -6 എന്നാണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക. 8 എന്നാണ് എഴുതിയേക്കണേ. 0.8 into 10 raised to -6 എന്നാണ് അതിനകത്ത് നമുക്ക് കാണേണ്ടത്. ഡിവൈഡഡ് ബൈ എന്താണ്? എഫിൻ്റെ വാല്യൂ 0.2 ന്യൂട്ടൺ. ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ R സ്ക്വയർ ഈക്വൽ ടു 1/4π(ε0)ന്റെ വാല്യൂ 9 into 10 raised to 9. Q1ന് പകരം 0.4 into 10 raised to -6. Q2ന് പകരം 0.8 into 10 raised to -6. 0.8 എന്നാണ് വീണ്ടും ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഡിവൈഡഡ് ബൈ എഫിൻ്റെ വാല്യൂ 0.2 ന്യൂട്ടൺ ആണ്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 144 into 10 raised to -4 എന്ന് വരും. R സ്ക്വയറിൻ്റെ വാല്യൂ കേട്ടോ. R സ്ക്വയറിൻ്റെ വാല്യൂ 144 into 10 raised to -4 എന്ന് വരും. അതിൽ നമ്മൾ സ്ക്വയർ റൂട്ട് കാണുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് R ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 144 into 10 raised to -2. സോറി, സ്ക്വയർ റൂട്ട് ഓഫ് 144 into 10 raised to -4. ആറിൻ്റെ വാല്യൂ കേട്ടോ. ആറിൻ്റെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 144 into 10 raised to -4. 144ൻ്റെ റൂട്ട് നിങ്ങൾക്ക് അറിയാം, സ്ക്വയർ റൂട്ട് അറിയാം, 12 ആണ്. 10 raised to -4ൻ്റെ എത്രയാണ്? 10 raised to -2 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 12 into 10 raised to -2 മീറ്റർ. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് എന്ത് എഴുതാം? 0.12 മീറ്റർ എന്ന് എഴുതാം. 0.12 മീറ്റർ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്മോൾ ചാർജ്ഡ് സ്പിയേഴ്സ്? എത്രയാണ്? 0.12 മീറ്റർ. ഓക്കെ, 0.12 മീറ്റർ. അതായത് ഏതാണ്ട് ഒരു 12 സെൻറ്റിമീറ്ററോളം സെപ്പറേഷനിലാണ് ആ രണ്ട് സ്പിയറുകൾ ഇരിക്കുന്നത്. 12 into 10 raised to -2 മീറ്റർ. അത്രയും സെപ്പറേഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിരിക്കുന്നു. ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. സെക്കൻഡ് പാർട്ടിലൊരു ചോദ്യം ഉണ്ട്. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്പിയർ ഡ്യൂ ടു ദ ഫസ്റ്റ്? ഓക്കെ, അതായത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചേക്കണ ഈ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ ഫോഴ്സ് രണ്ടാമത്തെ സ്പിയർ ഒന്നാമത്തേൻ്റെ മേലെ പ്രയോഗിക്കുന്ന ഫോഴ്സാണ് അല്ലേ? നമ്മുടെ രണ്ടാമത്തെ പാർട്ടിലെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ആ ഒരു സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്പിയർ ഡ്യൂ ടു ദ ഫസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡിൻ്റെ മേലെ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ചോദ്യം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ന്യൂട്ടൻ്റെ അതായത് വെക്റ്റർ ഫോം ഓഫ് കൂളുംസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂട്ടൻ്റെ തേർഡ് ലോ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? തേർഡ് ലോ എന്താണ്? തേർഡ് ലോ ഫോർ എവറി ആക്ഷൻ ദെയർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് ഏതൊരു പ്രവൃത്തിക്കും അതിന് സമാനമായിട്ടുള്ളൊരു പ്രതിപ്രവൃത്തി ഉണ്ടാവും. ശരിയല്ലേ? അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മാത്രം, വിപരീത ദിശകളിലായിരിക്കുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്പിയറിൻ്റെ മേലേക്ക് രണ്ടാമത്തെ സ്പിയർ പ്രയോഗിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് 0.2 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൻ്റെ തേർഡ് അനുസരിച്ച് എന്ത് പറയാം? സെക്കൻഡ് സ്പിയറിൻ്റെ മേലേക്ക് ഈ ഫസ്റ്റ് സ്പിയർ കൊടുക്കുന്ന ഫോഴ്സിന് എന്തിനായിരിക്കും? ഈ പറയുന്നത് സെയിം ഫോഴ്സ് തന്നെ ആയിരിക്കും, 0.2 ന്യൂട്ടൺ ആയിരിക്കും. ബട്ട് ബോത്ത് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ എഴുതിക്കണ പോലെ ബോത്ത് സ്പിയർ അട്രാക്ട് ഈച്ച് അതർ വിത്ത് ദ സെയിം ഫോഴ്സ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ തേർഡ് ലോ, ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. Therefore the force on the second sphere due to the first എത്രയാണ് വരിക? 0.2 ന്യൂട്ടൺ. ഓക്കെ, രണ്ട് ചാർജുകളും വിപരീത ചാർജുകളായതുകൊണ്ട്, ഓപ്പോസിറ്റ് ചാർജുകളായതുകൊണ്ട് അട്രാക്ഷനാണ്. അപ്പോൾ ഒന്നാമത്തെ സ്പിയർ രണ്ടാമത്തെ മേലെ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കില്ല രണ്ടാമത്തെ സ്പിയർ ഒന്നാമത്തെ മേലെ കൊടുക്കുന്ന ഫോഴ്സ്. ഡയറക്ഷൻ കേട്ടോ, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 0.2 ന്യൂട്ടൺ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതും നമുക്കൊരു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പോലുള്ളൊരു പ്രോബ്ലമാണ്. രണ്ടാമത്തെ പാർട്ട് ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് അതിൻ്റെ ഫസ്റ്റ് സ്പിയർ രണ്ടാമത്തെ സ്പിയറിൻ്റെ മേലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് സെയിം തന്നെ.
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഒരു ഇലക്ട്രിക് ഡൈപോളിനെ സംബന്ധിച്ചുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം, എന്തൊക്കെ കാര്യങ്ങൾ വേണം? ആദ്യം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അല്ലേ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ? P = Q × 2A. ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് 2L എന്നാണ്, അത് നിങ്ങൾ 2A ആയാലും 2L ആയാലും സെയിം തന്നെയാണ്. പല ബുക്കുകളിലും പലതരത്തിലുള്ള കാര്യങ്ങളാണ്. നമുക്കത് നേരിട്ട് പ്രോബ്ലംസിലേക്ക് കിടക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ഇക്വേഷൻ ആവശ്യം നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ at a point 5 cm from the center along its axis, full stop. The magnitude of the charges are 2 microcoulomb. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. 2 microcoulomb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോളിൽ 2 ചാർജുകളുണ്ട്, പ്ലസ് ചാർജ് ഉണ്ട് മൈനസ് ചാർജ്. അപ്പോൾ രണ്ടും എന്ത് തന്നെയാണ്? -2 പ്ലസ് ഓർ മൈനസ് വേണമെങ്കിൽ പറയാം, 2 microcoulomb. And the distance between the charges are 3 millimeter. Find the electric field due to an electric dipole at a point 5 cm from the center along its axis, given that the magnitude of the charges are 2 microcoulomb and the distance between the charges are 3 millimeter. അതായത് ഒരു ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ, സെൻറ്ററിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലെ അതിൻ്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഒരു ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലെ അതിൻ്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം. തന്നിരിക്കുന്ന കാര്യം, ആ ഡൈപോളിൻ്റെ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് 2 മൈക്രോകൂളും എന്നും അവർ തമ്മിലുള്ള സെപ്പറേഷൻ 3 മില്ലിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ആവശ്യം? നമുക്കതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ ലൈനിൽ കണ്ടുപിടിക്കുക. അലോങ് ഇറ്റ്സ് ആക്സിസ് എന്ന് ചേർക്കാം, അലോങ് ഇറ്റ്സ് ആക്സിയൽ ലൈൻ എന്നാണ് കേട്ടോ, ആക്സിയൽ ലൈനാണ് ഉദ്ദേശം. അപ്പോൾ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ്, ഞാനിതിൻ്റെ ഈ വീഡിയോയുടെ മുൻപ് ഞാൻ കുറേ ഇക്വേഷനുകൾ പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ ഇക്വേഷൻ? E = 1/4πε0 2p/r³. 2p/r³. നമുക്ക് ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടോ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിത് എയർ ആണോ വേറെ മീഡിയം ആണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എയറാണ് എടുക്കേണ്ടത്. അതിന് പ്രത്യേകിച്ച് ചോദ്യങ്ങളോ നമുക്ക് വേറെ വാഗ്വാദങ്ങളോ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് എയറായിട്ട് എടുക്കുക. പ്രോബ്ലത്തിൽ എയർ എന്നോ മീഡിയം എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? എയർ എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 1/4πε0 2p/r³ എന്നാണ്. ε0 തന്നെ മതി. അതായത് 1/4πε0ൻ്റെ വാല്യൂ ഇത് കൊടുക്കുക, 9 × 10⁻⁹ കൊടുക്കുക. ഇനി ഇതിൽ പി എന്നുള്ളൊരു കാര്യം നമുക്ക് കിട്ടിയിട്ടില്ല. എന്താണ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് ആണ്. കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q × 2A അല്ലെങ്കിൽ Q × 2L. Q × 2A അല്ലെങ്കിൽ Q × 2L. 2L എന്നോ 2A എന്ന് പറയാം. ഇപ്പോൾ നമ്മളുടെ സ്ക്രീനിൽ ഇപ്പോൾ 2L എന്നാണ്, 2A അല്ലെങ്കിൽ 2L. ഓക്കെ, എന്താണ് 2L? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ചാർജസ് ഇൻ ദ ഡൈപോൾ. ഡൈപോളിൻ്റെ ഉള്ളിലുള്ള 2 ചാർജുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 2L അല്ലെങ്കിൽ 2A. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 3 മില്ലിമീറ്റർ. അപ്പോൾ തന്നെ നമ്മൾ മാറ്റണം. എവിടേക്ക് മാറ്റണം? SI1ലേക്ക് മാറ്റണം. അപ്പോൾ 2Lന് പകരം Lന് പകരമാണ് അല്ല എടുക്കേണ്ടത്. പല ആൾക്കാരും തെറ്റിക്കുന്നതാണ്. 2Lന് പകരമാണ് എടുക്കേണ്ടത്. Lന് പകരം അല്ല എടുക്കേണ്ടത്. 2Lന് പകരം അല്ലെങ്കിൽ 2Aക്ക് പകരം 3 × 10⁻³ മീറ്റർ. കാരണം മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി. 3 × 10⁻³ മീറ്റർ. ക്യൂവിന് പകരം എന്ത് കൊടുക്കുക? തന്നിരിക്കുന്നത് എന്താണ്? 2 മൈക്രോകൂളും എന്നാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. 2 × 10⁻⁶. ഓക്കെ, അപ്പോൾ പിയുടെ വാല്യൂ എങ്ങനെ കാണാം? P = Q × 2L എന്നല്ലേ. ക്യൂവിന് പകരം എന്ത് കൊടുക്കുക? 2 × 10⁻⁶ ഇൻറ്റു 2Lന് പകരം എന്ത് കൊടുക്കുക? 3 × 10⁻³ എന്ത് വരും? നമ്മുടെ റിസൾട്ട് എന്ത് വരും? പിയുടെ വാല്യൂ മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പിയുടെ വാല്യൂ 2 × 10⁻⁶ ഇൻറ്റു 3 × 10⁻³ നമുക്ക് എന്ത് വരും? 6 × 10⁻⁹ സെൻറ്റിമീറ്റർ എന്നല്ല, കൂളും മീറ്റർ എന്നാണ് കേട്ടോ. അത് തെറ്റി വായിക്കരുത്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് കൂളും മീറ്റർ. ഓക്കെ, അപ്പോൾ പിയുടെ വാല്യൂ 6 × 10⁻⁹ കൂളും മീറ്റർ. ക്യാപിറ്റൽ C സ്മോൾ ലെറ്റർ M കേട്ടോ, കൂളും മീറ്റർ. അപ്പോൾ പിയുടെ വാല്യൂ കിട്ടി.
ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന ഇക്വേഷനിൽ ആവശ്യമുള്ളത് ആരാ? ആറാണ്. ആറും തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെൻറ്ററിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലെ. ഓക്കെ, അതിനാണ് നമ്മൾ 6 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് 6. ഓക്കെ, അപ്പോൾ 6 എന്നുള്ള വാല്യൂ 5 സെൻറ്റിമീറ്റർ. അതിന് മീറ്ററിലേക്കും 5 × 10⁻² മീറ്റർ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം കിട്ടുന്നത് 1/4πε0 വാല്യൂ അറിയാവുന്നതാണ്. പിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് 6 × 10⁻9 കൂളും മീറ്റർ. ആറിൻ്റെ വാല്യൂ ഗിവൺ ആണ്. അത് നമ്മൾ SI യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ 5 × 10⁻². ക്ലിയർ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് ദ axial line, at a point on the axial line, E = 1/4πε0 2p/r³. 1/4πε0 പകരം 9 × 10⁻9. ഓക്കെ, 9 × 10⁻9 2 × 2 × p ആണ്. പിക്ക് പകരം 6 × 10⁻9 ഡിവൈഡഡ് ബൈ r³ എന്നാണ്. r³ അപ്പോൾ ഇവിടെ 5 × 10⁻² ആണ് 6. അപ്പോൾ r³ എന്ന് പറയുമ്പോൾ 5 × 10⁻² ഹോൾ ക്യൂബ് എന്നാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? 9 × 10⁻9 ഇൻറ്റു 2 × പിക്ക് പകരം 6 × 10⁻9 ഓൾ ഡിവൈഡഡ് ബൈ 5 × 10⁻² ഹോൾ ക്യൂബ്. ക്ലിയർ അല്ലേ? നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വാല്യൂ വരുന്നത് എത്രയാണ്? 0.864 × 10⁻6 ന്യൂട്ടൺ പെർ കൂൾ. ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളും അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്നൊരു യൂണിറ്റ് ഉണ്ട് കേട്ടോ. ന്യൂട്ടൺ പെർ കൂളും അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ വാല്യൂ എത്ര വരാം? = 0.864 × 10⁻6 ന്യൂട്ടൺ പെർ കൂളും അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇതും അത്രയും ബുദ്ധിമുട്ടുള്ളൊരു പ്രോബ്ലം അല്ല. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്നുള്ളൊരു വാല്യൂ കണ്ടുപിടിക്കണം എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. കൂടുതൽ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഇനിയും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇത്തിരി നമ്മൾ കുറച്ചൊക്കെ ചിന്തിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് മനസ്സിലായില്ലെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കാം. എനിവേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതിൻ്റെ പേരാണ്. താങ്ക് യു.